ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നൂഡിൽസ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൈസി സ്നാക്സാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെയുള്ള ഒരു മല്ലിച്ചപ്പ് പോലത്തെ ഒരു ലീഫാണത്. മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള ഞാൻ മുമ്പ് കാണിച്ചിരുന്നു, അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനൊരു ഫ്രൈ പാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പ് ഇലയും ഒഴികെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഞാൻ ഏകദേശം 1 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് മിക്സിലോട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അധികം കൂടാതെ നോക്കണം. പച്ചമുളക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എരിവ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി കൂടുതൽ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കുരുമുളകോ അതുപോലെ തന്നെ പച്ചമുളകോ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ചിരുന്ന മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, അതിൽ കുറേ നേരം ടേസ്റ്റ് നിൽക്കും. ഇനി ഞാൻ മാഗിയുടെ നൂഡിൽസാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു മസാലയും ചൂടാറിയതിന് ശേഷം ഞാൻ ഈ നൂഡിൽസ് വേവിച്ചത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ മസാലയും ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഈ നൂഡിൽസിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ കിടന്നിട്ട് വെന്ത് പോവും. മുട്ട പെട്ടെന്ന് വെന്ത് പോകുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മുട്ട എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊരു കേക്കിൻ്റെ ഷേപ്പിലാണ് ഞാനിത് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തോട്ടും തടവിയിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. ഒരു സ്പാച്ചുല പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഇതുപോലെ നിരപ്പാക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓൾറെഡി നമ്മുടെ മിക്സ് വെന്ത് കിട്ടിയതാണെങ്കിലും ആ മുട്ട നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻ കാണാം. ഓൾ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ നൂഡിൽസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലോട്ട് ജസ്റ്റ് ഓയിൽ തടവിയിട്ട് ഈ ഒരു നൂഡിൽ കേക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കണം. അതിൻ്റെ 2 സൈഡ് നമുക്ക് ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ അടിപൊളി നൂഡിൽസ് സ്പൈസി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ടൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്ക് നൂഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയും വെജിറ്റബിൾസ് ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേറെ വെജിറ്റബിൾസൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നൂഡിൽസ് വെച്ചിട്ടുള്ള ആയതുകൊണ്ട് കുട്ടികൾക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.